ഇവിടെ മാർക്കറ്റ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈവ് സെഷനിൽ ഡേൻ്റെ വൈസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഇങ്ങനെ പോകുമ്പോൾ ആ ഓർഡർ ബ്ലോക്കിൻ്റെ കൺഫ്യൂഷന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇതൊന്ന് മാപ്പ് ചെയ്യുന്നത് 4 hourൽ. ജസ്റ്റ് നോക്കി നോക്കുക, ഇതൊരു ലോ ആണ്. ഓക്കെ, ഇവിടെ പിന്നെ അതിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന ലോ ഇതാണ്. അതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടെ വേറൊരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സ്ട്രക്ചർ മാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റുള്ള IDM ഇതാണ്. അതിലൊന്നും ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല തോന്നുന്നു. ഓക്കെ, കാരണം ഒരു ലോ ഉണ്ടാക്കി ആ ലോൻ്റെ റീസൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഇവിടെ IDM സംഭവിച്ചു. സോ ഇവിടെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ IDMന് ശേഷം ഉള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. സോ ഈ IDMന് ശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വലുതാക്കണത്. ഈ IDMന് ശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഈ ക്യാൻഡലിൻ്റെ ഹൈ ഇത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാൻഡിലുണ്ട്, പക്ഷേ ഇത് ഇൻസൈഡ് ബാറാണ്. ഇത് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ ചെറിയൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. സോ ഇത് വിക്കോട് കൂടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ക് ഓൾറെഡി അതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതാണ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഈ ഓർഡർ ബ്ലോക്കിനെ സ്വീപ്പ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് ടാപ്പായി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബൈ സൈഡും സെൽ സൈഡും ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ ഈ ഒരു ഡേയിൽ ഇവിടെ 2 പ്രാവശ്യം ഇത് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ 4 hours ക്ലോസ് ഇല്ല, മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വീപ്പ് ചെയ്തെന്നുള്ളതൊക്കെ നമ്മൾ ഇൻഡെപ്ത് പറയുമ്പോൾ നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് കാരണങ്ങളുണ്ട്. പല ആൾക്കാരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, എനിവേ ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കി നോക്കൂ. നെക്സ്റ്റ് മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ലോ, അപ്പോൾ ഇത് IDM മനസ്സിലായി, ഇത് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എങ്ങനെ ആയതെന്ന് മനസ്സിലായി. ഇനി ഇവിടെ തന്നെ നമ്മൾ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് ബോസ് ഉണ്ടാക്കിയത് എവിടെയാണെന്ന് നോക്കുക. ഇവിടെ മാർക്കറ്റ് ഒരു ലോ ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലോൻ്റെ മുമ്പുള്ള IDM ഇതാണ്. കാരണം ഇതൊരു വാലിഡ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്, മാർക്കറ്റ് ഇതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. സോ ഇത് ചോക്ക് പോയിൻറ്റും കൂടിയാണ്. ചോക്കും കൂടിയാണ് ഇവിടെ സ്വീപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ IDM എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിവിടെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഇത് ചോക്ക് പോയിൻറ്റും ആണ് ഈ ഒരു പോയിൻ്റ്. കാരണം പിന്നെ അവിടെ ബോസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇത് ചോക്ക് പോയിൻറ്റും ആണ്, അതുപോലെ തന്നെ എന്തുമാണ്, ലാസ്റ്റ് ഓർഡർ ബ്ലോക്കുമാണ്. സോ ഇവിടെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചോക്ക് പോയിൻ്റ് സ്വീപ്പാണ് നടന്നിരിക്കുന്നത്. മാർക്കറ്റ് താഴെ പോയി, ഇവിടെ ബോസ് തന്നു മാർക്കറ്റ്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കായിട്ടും ലാസ്റ്റ് ഓർഡർ ബ്ലോക്കായിട്ടും ഇവിടെ ഇതേ ഉള്ളൂ. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി ഈ ബോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്താ, ഇതാണ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഇവിടെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിന് എനിക്കൊന്നും മാർക്കറ്റ് പോയിട്ടില്ല. ഓക്കെ, അതുപോലെ ഇവിടെ താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ IDM ഒന്നും അടുത്തില്ല, അതായത് പുൾ ബാക്കുകളില്ല. ഇവിടെയാണ് ഒരു പുൾ ബാക്ക് ഉള്ളത്, അത് മാർക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിതിവിടെ ബോസ് സ്വീപ്പാണെന്ന് പറയായിരുന്നു. ഇതിവിടെ ബോസ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. 4 hourൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ IDM എടുത്തിട്ടില്ല. നെക്സ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ലോ എന്തായി, ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഇതാണ് പുൾ ബാക്ക്. സോ മാർക്കറ്റ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആ IDMനെ എടുത്തിട്ടുണ്ട്. ആ പുൾ ബാക്കിനെ മാർക്കറ്റ് വീണ്ടും പോയിട്ട് എടുത്തിട്ടുണ്ട്. പുൾ ബാക്ക് സ്വീപ്പ് വന്നിട്ട് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തു, ശേഷം വീണ്ടും മാർക്കറ്റ് കയറി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഏതാ മാർക്ക് ചെയ്യുക, ഈ ഒരു IDMന് മുമ്പുള്ള പുൾ ബാക്ക്. ഇതിൻ്റെ ചോക്ക് പോയിൻ്റ് എവിടെയായിരിക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക, ഇവിടെയാണ് ഇതിൻ്റെ ചോക്ക് പോയിൻ്റ് കിടക്കുന്നത് അല്ലേ. ഇതാണ് ചോക്ക് പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഏതാ വരിക, ഇതാണ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരിക. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ഇത് ഓർഡർ ബ്ലോക്ക് അല്ലേ, ഇത് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ,
ഇനി ഇവിടെ വേറെ ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? FEGയോട് കൂടിയിട്ടുള്ള എല്ലാ ക്യാൻഡിലുകളും ഓർഡർ ബ്ലോക്കാണ്. ഇത് ഞാൻ ഇവിടെ ഇൻസൈഡ് ബാറുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഈ മദർ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ഇത് ഓർഡർ ബ്ലോക്ക് അല്ലേ? ഓർഡർ ബ്ലോക്ക് ആയിരുന്നു, പക്ഷേ മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി ടാപ്ഡ് ആണ്, അതുകൊണ്ട് ഇത് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇവിടെ വിക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുമ്പുള്ളതോ, ഇത് ഇൻസൈഡ് ബാർ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ്. കാരണം എന്താ, ഇവിടെ ഒരു വലിയ മദർ ക്യാൻഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മദർ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആവുമോ? ആവില്ല. കാരണം ഇതിൻ്റെ 1, 2, 3 ക്യാൻഡിലുണ്ട്. ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ലോ നമ്മൾ മാർക്ക് ചെയ്തു. മദർ ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതാണ്, ഇതിൻ്റെ ഹൈയും നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ ഓൾറെഡി ഒരു FEG ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ആ FEGയും ഈ ക്യാൻഡിലിൻ്റെ അത് ഓർഡർ ബ്ലോക്ക് അടക്കം ടാപ്പ് ആയിട്ടുണ്ട്. സോ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഇതിൻ്റെ ഇടയിലുള്ള ഇതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളായിരിക്കും, കാരണം ഇതൊക്കെ ഇൻസൈഡ് ബാറുകളാണ്. പക്ഷേ മാർക്കറ്റ് ഇതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് 4 ഹവറിൻ്റെ ആണ്. റെസ്പെക്റ്റ് ചെയ്തിട്ട് മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ കൺഫേം ആയിട്ട് നമ്മളൊരു മൂവ്മെൻറ്റ് എടുക്കില്ല. സോ ഇവിടുത്തെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തതാണ്. ഇതിന് ശേഷം ഇവിടെ ഓർഡർ ബ്ലോക്കുകളൊന്നുമില്ല. ഈ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്, ഇത് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക്, പിന്നെ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇല്ല. പിന്നെ മാർക്കറ്റ് ഇതിൻ്റെ മേലെ ക്ലോസ് തരികയാണെന്നുണ്ടെങ്കിലോ കൺഫേം ആയിട്ട് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ മേലേക്ക് പോവുക, അല്ലെങ്കിൽ ഇത് സ്വീപ്പ് തരിക ഒക്കെ മാർക്കറ്റ് ചെയ്യേണ്ടി വരും. ഇനി അല്ലെങ്കിൽ ഇവിടെ ഡേ വൈസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വരും. ഇനിയല്ല ഇവിടെ സ്ട്രക്ചർ ഉള്ളത് 1 ഹവറിലാണെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതാണോ സ്ട്രക്ചറുള്ള ടൈം ഫ്രെയിം അതായിരിക്കും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുക. സോ സ്റ്റിൽ ഇതാണ് ഇവിടുത്തെ കണ്ടീഷന്. ഇവിടെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് അതിനോട് ചേർന്ന് ഇപ്പോൾ ഇത് ഇവിടെ വരെ എത്തിയിട്ടാണ് മാർക്കറ്റിൻ്റെ കറണ്ട് കണ്ടീഷൻ ഉള്ളത്. മാർക്കറ്റ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വരും. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഇതാണ് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക്. അതായത് തിരിച്ച് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ബോസ് വരെ ട്രേഡ് ഇരിക്കാൻ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിരിക്കില്ല, കാരണം നമ്മൾ ബയാസ് നോക്കുന്ന ആൾക്കാരാണ്. ഓൾറെഡി ഇത് മന്ത്ലി ഉള്ളതിനെ സ്വീപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സ്വിച്ച് തന്നു കഴിഞ്ഞാൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഫുള്ള് നമ്മൾ പ്രോബബിലിറ്റിയിൽ ഈ സ്ട്രക്ചർ വെച്ചിട്ട് ഇങ്ങനെയാണ് മാർക്കറ്റ് നോക്കുന്നത്. പക്ഷേ നമ്മളെല്ലായിടത്തും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് 1:3, 1:5 എന്തായാലും കൺഫേം ആയിട്ട് കിട്ടും. അതാണ് നമുക്കുള്ള മെയിൻ എന്താ പറയുക, മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്തു, ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക് 1:5? അങ്ങനെ അതായത് ഈ ഒരു ലിക്വിഡിറ്റിനെ ഗ്രാബ് ചെയ്തു, ഇതൊരു IDM ആണ്, ഇതിനെ ഗ്രാബ് ചെയ്തു, ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റ് ഇത്ര മൂവ് ചെയ്തില്ലേ? ഇതുപോലെ തന്നെ ഇപ്പോഴും ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ വീണ്ടും ഇപ്പോൾ ഗ്രാബ് ചെയ്തിട്ടുള്ളത്, കാരണം ഓൾറെഡി 50% മേലെ ക്ലോസ് ഇല്ല, അടുത്തൊരു ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ സംഗതികൾ. എനിവേ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്.